വെൽക്കം ബാക്ക് ടു ഷീനൂസ് ചാനൽ. ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി കറി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഉരുളൻകിഴങ്ങ് വെച്ചിട്ടാണ് ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 3 ഉരുളൻകിഴങ്ങ് ഞാൻ എടുത്തിട്ട് ക്യൂബാക്കി കട്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് കുക്കാക്കി എടുക്കണം. കുക്കാക്കി എടുക്കേണ്ടത് ഒരു 80% നമ്മൾ കുക്കാക്കി എടുത്താൽ മതി കേട്ടോ. മുഴുവനായിട്ട് കുക്കാക്കി എടുക്കണ്ട. അപ്പോൾ ഞാനൊരു സോസ് പാനിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഈ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തിളച്ച് വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കുക ഇടയ്ക്ക്. ഇതൊരു ശരിക്കും പറയുമെങ്കിൽ ഒരു 15 മിനിറ്റ് നേരം ഒന്ന് കുക്കാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്കും ഇത് കുക്കായി വന്നിട്ടുണ്ടാവും. ഒരു 15 മിനിറ്റ് നമുക്ക് ഇങ്ങനെ ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കും വേണം കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇപ്പം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനത് ഡ്രൈനറിലേക്ക് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനൊരു കടായി സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഉരുളൻകിഴങ്ങ് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. കൂടുതലൊന്നും ഫ്രൈ ആവേണ്ട, കുറച്ച് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഇപ്പം ഞാൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കടായിൽ നിന്ന് മാറ്റാം കേട്ടോ. ഇനി നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ. അതിന് വേണ്ടിയിട്ടൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഞാനൊരു 3 മീഡിയം സൈസ് സവാള സ്ലൈസാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും ആരും മടി കാണിക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനൊന്നും ആരും മടി കാണിക്കരുത്. അതുപോലെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാണ്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് വഴന്നതിന് ശേഷം ഞാൻ അതിലേക്ക് 2 പച്ചമുളക്, കുറച്ച് വേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ട് ഇതൊന്ന് ബ്രൗൺ കളറാവുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. കൂടുതൽ ബ്രൗൺ ആവേണ്ട, എന്നാലും നമുക്കറിയാമല്ലോ ഒരു കറിയിലേക്ക് ഉള്ളി വഴന്ന് വരുന്ന ആ ഒരു ഇത് അതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അങ്ങനെ ഇത് ഞാൻ വഴറ്റിയെടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് നമുക്കൊരു മസാല വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഞാനിത് ചെറിയ ഫ്ലെയിമിൽ വറുത്തെടുത്തിട്ട് ഈ ഉള്ളി വഴന്ന ശേഷം അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതൊന്ന് ലോ ഫ്ലെയിമിൽ നമ്മൾ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. സവാളയിലോട്ട് മസാലകൾ ചേർക്കുന്ന ഒരു വീഡിയോയും അതുപോലെ തന്നെ 2 തക്കാളി, 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്ന വീഡിയോ എൻ്റെ അടുത്ത് നിന്ന് മിസ്സായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് എനിക്ക് കാണിക്കാൻ പറ്റാഞ്ഞത്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായി വഴന്ന് വരുന്ന വരെ ഞാൻ വഴറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഈ ഒരു കറി നമുക്ക് കൂടുതൽ ലൂസിലും അല്ല, എന്നാൽ കുറച്ച് തിക്കായിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം എല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് കുറച്ച് തിക്കായി വരുന്നവരെ നമുക്കത് വറ്റിച്ചെടുക്കാം. തിക്കായി വന്ന ശേഷം നേരത്തെ നമ്മൾ കുക്കാക്കി വറുത്ത് വെച്ച ഉരുളൻകിഴങ്ങ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഈ ഉരുളൻകിഴങ്ങ് നമുക്ക് ഇതിലൊരു 2-3 മിനിറ്റ് നേരം ഇതിലൊന്ന് യോജിച്ച് വരണം. അത്രയും നേരം ഒന്ന് നമ്മൾ തിളപ്പിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. ഈ ടൈമിൽ നമുക്കതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ലാസ്റ്റായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ഇറച്ചിക്കറിയുടെ ടേസ്റ്റിലുള്ള നല്ലൊരു ഉരുളൻകിഴങ്ങിൻ്റെ കറിയുണ്ട് ഇത്. നമുക്കത് ബ്രേക്ക്ഫാസ്റ്റിലേക്കും ഡിന്നറിലേക്കൊക്കെ പറ്റിയ നല്ല കറിയാണ്. ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും വേപ്പിലയും ഒക്കെ ചേർത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉരുളൻകിഴങ്ങിൻ്റെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങളിത് ട്രൈ ആക്കി നോക്കാം, മടിക്കരുത് കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മടി കാണിക്കരുതേ. ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാണ്ടൊക്കെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.
അപ്പം ഇനി അടുത്ത വീഡിയോയുമായി വരുമ്പോഴേക്കും താങ്ക്